തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർഡ് എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡ് തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശ്രീലേഖ മാഡം ഇവിടെ സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ മാഡത്തിന്റെ ഉള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്, ജനങ്ങൾക്കിടയിലുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, പ്രവർത്തകർക്കിടയിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് പ്രവർത്തകരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പ്രചരണം ശാസ്തമംഗലം വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ കൗൺസിലർ മധുസൂദനൻ നായർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ വികസന പ്രവർത്തനം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വളരെ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ 2 റൗണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് പൂർത്തിയായതിനു ശേഷം ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ കൊണ്ട് 2ാമത്തെ റൗണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി എല്ലാ വീടുകളും സമ്പർക്കം ചെയ്ത് കഴിയുന്നുണ്ട്. വളരെ നല്ല അനുകൂലമായ സാഹചര്യമാണ് ശാസ്തമംഗലത്തിനെ സംബന്ധിച്ചുള്ളത്. എല്ലാ ജനങ്ങളും ശ്രീലേഖ മേഡം സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇത്രയും ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി സാധാരണപ്പെട്ട പ്രവർത്തകരെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള നല്ലൊരു കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോ വീടുകളിലും പോകുന്ന സമയത്ത് നമുക്ക് കാണാനുള്ളത്. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഉന്നത പദവിയിലിരിക്കുന്ന ഈ വ്യക്തി എങ്ങനെ സാധാരണക്കിടയിൽ പ്രവർത്തിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന പ്രതിപക്ഷത്തിന്റെ വലിയ നേതാക്കൾ ഉന്നതിയിൽ എത്തിയപ്പോൾ അവർക്ക് താഴേക്കിടയിലോട്ട് ഇറങ്ങാൻ ഒരു വലിയ മടിയുണ്ട്. എന്നാൽ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് താഴേക്കിടയിൽ നിന്ന് ഉയർന്ന പദവിയിൽ എത്തുകയും എന്നാൽ ഇന്ന് സാധാരണപ്പെട്ട പ്രവർത്തകനെ സേവിച്ച് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അത് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് മോദി എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഞങ്ങള് കോർപ്പറേഷൻ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ 46 ദിവസം കഴിയുമ്പോഴത്തേക്കും മോഡി ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറപ്പ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് സംസാരിച്ചത് BJPയുടെ. അദ്ദേഹം പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. നമ്മുടെ മധുസൂദനൻ നായരുടെ പ്രവർത്തനം ഈ വാർഡിൽ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളായാലും എത്രയോ കാലം കൊണ്ട് കിടന്ന ഡ്രെയിനേജിന്റെ പ്രശ്നം പരിഹരിച്ചു. അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. ഇടവഴികൾ എല്ലാം അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഇടവഴിയും നവീകരിക്കുകയുണ്ടായി. അതിനാൽ തന്നെ നമ്മുടെ ശ്രീലേഖ മേഡത്തിന് വലിയൊരു മൈലേജാണ് ഈ ഇലക്ഷന് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി മേഡം ജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും. പ്രവർത്തകർ എല്ലാവരും തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അത് കാരണം മറ്റൊന്നും കൊണ്ടല്ല, ശ്രീലേഖ മാഡം എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആത്മവിശ്വാസവും. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.